കോഴിക്കോട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനം CPM പദ്ധതി പ്രകാരം മാറാട് ഡിവിഷൻ ഓർമ്മയായി. വെട്ടിനിരത്തലും കൂട്ടിച്ചേർക്കലും തീരദേശ മേഖലയിൽ BJP വിജയം തടയാനെന്ന് ജന്മഭൂമി റിപ്പോർട്ട്. മെയ് 2 തീരദേശ ഗ്രാമമായ മാറാട് നടന്ന കൂട്ടക്കൊല കേരള ചരിത്രത്തിലെ ഏറ്റവും ദുരിതം വിതച്ച കലാപമായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മാറാട് വാർത്തകളിൽ നിറയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CPMന്റെ നിർദ്ദേശപ്രകാരം വാർഡ് വിഭജനം നടത്തിയപ്പോൾ മാറാട് എന്ന ഡിവിഷൻ ഇല്ലാതായെന്ന് ഹൈന്ദവാശയങ്ങളോടും സംഘടനകളോടും ആഭിമുഖ്യമുള്ള ജന്മഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ 75 ഡിവിഷനുകളിൽ നിന്ന് 76 ഡിവിഷനുകളായി മാറിയപ്പോൾ മാറാട് ഡിവിഷൻ ഇല്ലാതായെന്നാണ് റിപ്പോർട്ട്. ഏതാണ്ട് എല്ലാ ഡിവിഷനുകളുടെയും പേര് നിലനിർത്തിയപ്പോഴാണ് മാറാട് ഡിവിഷന്റെ പേര് സാഗര സരണി എന്നാക്കി മാറ്റിയത്. ഇതോടെ കേരളത്തിന്റെ ചരിത്രത്തിലും തീരദേശ ഗ്രാമങ്ങളുടെ ചരിത്രത്തിലും ഇടം പിടിച്ച മാറാട് എന്ന പേര് ഇല്ലാതാക്കിയെന്നും പത്രത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 1960കളുടെ അവസാനം തീരദേശത്തേക്ക് നിർമ്മിച്ച പുതിയ റോഡിനെ സാഗര സരണി എന്ന് പേരിട്ടിരുന്നു. ഇന്ന് അതൊരു ബസ് സ്റ്റോപ്പിന്റെ പേര് മാത്രമാണ്. മാറാട് ഡിവിഷനിൽ വെട്ടിനിർത്തലും കൂട്ടിച്ചേർക്കലും ഉണ്ടാക്കിയാണ് ഡിവിഷന്റെ പേരും മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. 8 മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഇരുമുന്നണികളും ഇരകൾക്കെതിരായ നിലപാടെടുത്തിരുന്നുവെന്നും മാറാട് കൂട്ടക്കൊല ഇരുമുന്നണികളെയും ഇപ്പോഴും പ്രതിരോധത്തിലാക്കുന്ന സംഭവമാണെന്നും മാറാട് എന്ന പേര് കൂടി മാറ്റി അതിന്റെ ഓർമ്മകളെ ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന ആരോപണം ഉയർന്നുവെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. പുതിയ സാഗര സരണി ഡിവിഷനിൽ തൊട്ടടുത്ത മാത്തോട്ടത്ത് നിന്ന് 300 വോട്ടുകൾ പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പഴയ നടുവട്ടം ഡിവിഷനിൽ നിന്ന് 1000 വോട്ടുകളും മാറാട് ഡിവിഷനോട് കൂട്ടിച്ചേർത്താണ് പുതിയ പേരിട്ടിരിക്കുന്നത്. 2015 BJP സ്ഥാനാർത്ഥി പൊന്നത്ത് ഷൈമ വിജയിച്ച ഡിവിഷനായിരുന്നു ഇത്. പിന്നീട് ഇരുമുന്നണികളും രഹസ്യധാരണയിലെത്തി BJPയെ പരാജയപ്പെടുത്തുകയായിരുന്നു. 14 വോട്ടിനാണ് കഴിഞ്ഞ തവണ പൊന്നത്ത് ഷൈമ CPM സ്ഥാനാർത്ഥിയോട് ഇവിടെ പരാജയപ്പെട്ടത്. ഈ ഡിവിഷനാണ് CPMന് മുൻതൂക്കമുള്ള ഡിവിഷനുകളിലെ വോട്ടുകൾ കൂട്ടിച്ചേർത്ത് BJPയുടെ വിജയം ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, BJP 2ാം സ്ഥാനത്തെത്തിയിരുന്ന നടുവട്ടം ഈസ്റ്റ് ഡിവിഷനിൽ 1000ഓളം പുതിയ വോട്ടുകളാണ് കൂട്ടിച്ചേർത്തത്. നേരത്തെ ഈ ഡിവിഷന്റെ പേര് പുഞ്ചപ്പാടം എന്നായിരുന്നു. ഇങ്ങനെ CPM കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ കൂട്ടിച്ചേർത്താണ് വാർഡ് വിഭജനം നടന്നിരിക്കുന്നത്. തീരദേശ മേഖലയിൽ BJPയുടെ വിജയം ഇല്ലാതാക്കാനാണ് ഈ കൂട്ടിച്ചേർക്കലും വെട്ടിനിർത്തലുമെന്ന ആരോപണം ഉയർന്നതായി പത്രം റിപ്പോർട്ട് ചെയ്തു.